ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ട്രപ്പീസിയംസ് അഥവാ ലംബകങ്ങളിലെ 5ാമത്തെ ഭാഗമാണ്. അതായത് ഏരിയ അഥവാ പരപ്പളവാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. നമുക്ക് ആ ട്രപ്പീസിയത്തിൻ്റെ ഒരു ഡയഗണൽ അഥവാ വികർണം വരച്ചിട്ട് അതിനെ 2 ത്രികോണങ്ങളാക്കി മാറ്റാം. ഇവിടെ നമുക്ക് ഒരു ഡയഗണൽ വരച്ച് കഴിയുമ്പോൾ 2 ട്രയാങ്കിൾസ് ആണ് കിട്ടുന്നത്. ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും, അല്ലേ? ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ് കണ്ടുപിടിച്ച് കൂട്ടിക്കഴിയുമ്പോൾ മുഴുവൻ പരപ്പളവ് അഥവാ ലംബകത്തിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പം നമുക്ക് ആദ്യത്തെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട്, ആദ്യത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം ½ × പാദം ഗുണം ഉയരം. അതായത് ഈ ഒന്നാമത്തെ ട്രയാങ്കിൾ, ഈ താഴത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്കതിന് ഹൈറ്റ് വേണം. അപ്പോൾ ഇത് ഹൈറ്റായിട്ട് എടുക്കുകയാണ്. ഹൈറ്റും വേണം, ബേസും വേണം, അല്ലേ? അപ്പോൾ ഈ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്ന ½ × പാദം. അപ്പോൾ ഇവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ ABCD എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ AB ഇൻറ്റു ഈ ഹൈറ്റ് H എന്ന് കൊടുക്കാം. H ആണല്ലോ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ, അതായത് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് അതേ ഹൈറ്റ് തന്നെയല്ലേ? കാരണം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അതേ നീളം തന്നെയാണ് ഈ ഹൈറ്റും. കാരണം ഈ 2 വരകൾ സമാന്തരമാണ്, ഈ 2 വരകൾ പാരലലാണ്. അപ്പോൾ ഹൈറ്റ് വ്യത്യാസം വരുന്നില്ല, ഉയരം വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഈ മുകളിലത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ, ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് ½ × ബേസ് CD ആണല്ലോ, ½ CD ഇൻറ്റു ഈ H തന്നെയല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് ഈ മുഴുവൻ ട്രപ്പീസിയത്തിൻ്റെ അഥവാ ലംബകത്തിൻ്റെ പരപ്പളവ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടിടത്തും ½ കോമൺ ആണ്. പിന്നെ ABയും CD-യും കൂടെ കൂട്ടിയിട്ട് ഈ H കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ, അല്ലേ? അതായത് ഏരിയ ഓഫ് എ ട്രപ്പീസിയം അഥവാ ലംബകത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ABയും CD-യും എന്താ? സമാന്തര വശങ്ങളുടെ നീളമല്ലേ? സമാന്തര വശങ്ങളുടെ നീളങ്ങളുടെ തുകയെ ഉയരം കൊണ്ട് ഗുണിച്ചിട്ട് പകുതി കണ്ടാൽ പോരെ, അല്ലേ? ½ AB + CD ഇൻറ്റു H എന്ന് എഴുതാവല്ലോ. ABയും CD-യും ഏതൊക്കെ സൈഡുകളാണ്? ബേസാണ്, അല്ലെ? പാദങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സമാന്തര വശങ്ങളാണ്. H എന്ന് പറയുന്ന അവ തമ്മിലുള്ള അകലമാണ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H. ഇനി നമുക്ക് പേജ് നമ്പർ 200 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഏരിയ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ½ ഈ പാരലായിട്ട് വരുന്ന സൈഡുകളുടെ സമ്മ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ½ സമാന്തര വശങ്ങളുടെ തുകയെ ഉയരം കൊണ്ട്, അവ തമ്മിലുള്ള അകലം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സമാന്തര വശങ്ങൾ ഏതൊക്കെയാണ്? 5ഉം 3ഉം ആണല്ലോ. ഉയരം 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ ക്യാൻസലായിപ്പം 5 × 3 = 8 പരപ്പളവായതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഇവിടെയും അളവുകൾക്ക് വ്യത്യാസമില്ല. ആദ്യത്തെ ഫിഗറിലെ പോലെ തന്നെ പാരലായിട്ട് വരുന്ന സൈഡുകളുടെ ലെങ്ത്ത്, സമാന്തരമായിട്ട് വരുന്ന വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും തന്നെയാണ് രണ്ടാമത്തെ ഫിഗറിൽ. അതേപോലെ അവ തമ്മിലുള്ള അകലം അതിവിടെ ഒരു സൈഡായിട്ടാണ് വരുന്നത്, അതായത് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ആ 2 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ആൻസർ മാറുന്നുണ്ടോ? ½ × AB + CD ഇൻറ്റു H അല്ലേ? ABയും CD-യും അതായത് സമാന്തര വശങ്ങൾ പാരലായിട്ട് വരുന്ന സൈഡ്സ് ആണ് 5ഉം 3ഉം. അവ തമ്മിലുള്ള അകലമല്ലേ 2. അപ്പോൾ 8 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെ കിട്ടുകയല്ലേ? ഇപ്പോൾ 2 ഫിഗറിൻ്റെയും ആൻസേഴ്സ് സെയിം ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫിഗറിൽ ഈ വലിയ ട്രപ്പീസിയമാണ്. അതിനകത്ത് 4 തുല്യ ട്രപ്പീസിയംസ് ഉണ്ട്, ഈക്വലായിട്ടുള്ള ട്രപ്പീസിയംസ് ഉണ്ട്. 4 ലംബകങ്ങൾ ചേർത്ത് ഒരു വലിയ ലംബകമാക്കിയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഈ വലിയ ലംബകത്തിൻ്റെ പാദമാണ് 8 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. ഇത് തുല്യമായതുകൊണ്ട് ഈ നീളവും തുല്യമായിരിക്കും, അല്ലേ? അപ്പോൾ ഓരോന്നും 4 സെൻറ്റിമീറ്റർ വെച്ചായല്ലോ, അല്ലേ?
ഇനി ഈ എല്ലാ ട്രപ്പീസിയംസും ഈക്വൽ ആയതുകൊണ്ട് ഈ 4 സെൻറ്റിമീറ്റർ തന്നെയല്ലേ ഇതും, അപ്പോൾ ഇതും 4 സെൻറ്റിമീറ്റർ അല്ലേ. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് 2 ബേസിൻ്റെ നീളവും വേണം, ഹൈറ്റും വേണം. ഇനി ഈ ഒരു ബേസിൻ്റെ നീളം കൂടെ വേണമല്ലോ, ഈ ഒരു പാദത്തിൻ്റെ അല്ലെങ്കിൽ സമാന്തരമായിട്ട് കിടക്കുന്ന 2 വശങ്ങളുടെ നീളം വേണം അല്ലേ. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം എത്ര വരും? നമ്മൾ ഇതേ പ്രോബ്ലം നമ്മൾ വരച്ചതാണ് അല്ലേ. ഇത് മുഴുവനും കൂടെ 4 സെൻറ്റിമീറ്റർ ആണ്, കാരണം ഇത് ഈ മുകളിലത്തെ ട്രപ്പീസിയത്തിൻ്റെ ബേസാണ്. അപ്പോൾ ഇത് മുഴുവനും കൂടെ 4 സെൻറ്റിമീറ്റർ. ഇത് രണ്ട് തുല്യവുമാകുമ്പം ഓരോന്നും 2 സെൻറ്റിമീറ്റർ വെച്ചാണ് അല്ലേ. അപ്പോൾ ഇതും 2 സെൻറ്റിമീറ്റർ അല്ലേ, ഇത് 2 സെൻറ്റിമീറ്റർ ആയി. പിന്നെ ഇത് മുഴുവനും കൂടെ 4 ആണ്, അപ്പോൾ പകുതി 2 ആണ്. അപ്പോൾ ഈ ഉയരം 2 ആയതുകൊണ്ട് ഇതിൻ്റെയും ഉയരം 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ പാദം നമുക്ക് 2 പാദങ്ങളുടെയും 2 ബേസിൻ്റെയും അല്ലെങ്കിൽ 2 പാരലൽ സൈഡുകളുടെയും ലെങ്ത് കിട്ടി. നമുക്ക് ഏരിയ അഥവാ പരപ്പളവാണ് കാണേണ്ടത്. ഇവിടെയും സെയിം പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എ ബി സി ഡി അല്ലേ, എച്ച് ആണല്ലോ ഇത്. അപ്പോൾ എന്തെഴുതാം? ഹാഫ് ഇൻറ്റു എ ബി പ്ലസ് സി ഡി ഇൻറ്റു എച്ച് എന്ന് എഴുതാം അല്ലേ. പേര് കൊടുത്തത് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഹാഫ് ഇൻറ്റു എ ബി എത്രയാണ്? 8, സി ഡി 4 ഇൻറ്റു എച്ച് 4. അപ്പം 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വന്നല്ലോ. ഇനി 8 4 12, 12 ഗുണം 2 24 സ്ക്വയർ സെൻറ്റിമീറ്റർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടിയില്ലേ. 2 ചോദ്യങ്ങളും മനസ്സിലായില്ലേ. അടുത്ത ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.